പ്രിയ ദേശനിവാസികളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരങ്ങളും ഉള്ളവനും, ഇനി ഭൂമിയിലെ സകല മനുഷ്യരെ ന്യായം വിധിപ്പാനായിട്ടും ദൈവരാജ്യം സ്ഥാപിപ്പാനുമായിട്ടും 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ടും മടങ്ങി വരുന്നവനും, നാം എല്ലാവരും അവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിരിക്കാലും പ്രിയപ്പെട്ട അല്പനേരം കൂടെ ശ്രദ്ധ വെച്ച് സുവിശേഷം കേൾക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട നമ്മൾ പല ജാതി മതസ്ഥരായിട്ട് ഭൂമിയിൽ ജീവിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റവരെ കളിപ്പിച്ചും പണം ഉണ്ടാക്കുന്നവരാണ്. നാം ഓരോരുത്തരും താന്താന്റെ വഴികളിൽ പാപം ചെയ്യുന്നവരാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുമാണ്. എന്നാൽ പ്രിയപ്പെട്ട നമ്മൾ ഒന്നും അറിയുന്നില്ല. ഞാനൊരു മരണ ദിവസം എനിക്കുണ്ട്. ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഞാൻ സ്നേഹിച്ച എന്റെ ശരീരം, ഞാൻ ഉന്നതഭാവം കാണിച്ചുകൊണ്ട് ദൈവം എനിക്ക് തന്ന ആരോഗ്യത്തോടുകൂടെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച ശരീരം നാളെ പുഴുവരിച്ചു പോകുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചതിന് ശേഷം നമുക്കൊരു നിത്യമായിരിക്കുന്ന ജീവിതമുണ്ട്. യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണെന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഈ ഭൂമിയിലെ ജീവിതം ഏത് നിമിഷവും തീർന്നു പോകുന്നതും പ്രിയപ്പെട്ടവരെ അത് ക്ഷണികവുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം മായയാണ്. അതായത് ദൈവവചനം പറയുന്നു, യൗവനവും ലാവണ്യവും മായയാണ്. ഒരു പെൺകുട്ടി തന്റെ സൗന്ദര്യത്തിലും യൗവനത്തിലും അഹങ്കരിക്കുന്നു. ഒരു പുരുഷൻ തന്റെ കരുത്തുറ്റ ശരീരം വെച്ച് നെകളിക്കുന്നു. ഒരു സമ്പന്നൻ തന്റെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദരിദ്രന്മാരെ പരിഹസിക്കുന്നു. അധികാരമുള്ളവൻ തന്റെ അധികാരത്തിന്റെ വാഴ്ചയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട്, ആ ഇരിപ്പിടത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവനാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളെ പുച്ഛിക്കുന്നു. പ്രിയപ്പെട്ട, എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതെല്ലാം കാണാം. എന്നാൽ ഒരു ദിവസം നീ മരിക്കുമെന്നും മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവഭയമുള്ളവരായിട്ട് ജീവിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ എന്നോടും പരിഹാസം കാണും. പ്രിയപ്പെട്ട, ഞാൻ ഇത് അറിയാതിരുന്ന കാലത്ത്, അതായത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ഉണ്ടെന്നും തിരിച്ചറിവില്ലാതെ ഈ ലോകത്തിന്റെ കാലഗതികൾക്കൊത്തവണ്ണം ഓടിയ എന്റെ 34 വർഷത്തെ പഴയ ജീവിതമുണ്ട്. അന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. ഒരു ഹിന്ദുവായിരുന്ന എന്നോട് ഈ നാട്ടിൽ ഒരു ക്രിസ്ത്യാനിയും വന്ന് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ മരിച്ചതിന് ശേഷം ന്യായം വിധിക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ടെന്നോ നിങ്ങൾ ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. അത് നിങ്ങൾക്കൊരു കുറ്റബോധമായിട്ടിരിക്കട്ടെ, ലജ്ജയായിട്ട് തീരട്ടെ. ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ അവന്റെ പ്രവൃത്തിയും ദൈവം അവരിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി സകല സൃഷ്ടികൊണ്ടും സുവിശേഷം അറിയിക്കാനാണ്. എന്നാൽ പ്രിയപ്പെട്ട, നിങ്ങൾ ക്രിസ്ത്യാനി എന്നുള്ള പദവിയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വന്നിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും മതഭക്തിയിലാണ്. ആകയാൽ നോക്കുവിന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഞാന് ഈ മലമുകളിൽ നിന്ന് ഒരിക്കൽ കൂടെ സുവിശേഷം ഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് പരിഹാസമാകാം, വെറുപ്പാകാം, പുച്ഛമാകാം, ചിലർക്ക് ബഹുമാനവും ഉണ്ട്. ചിലർ ഇത് സത്യയോടെ കേൾക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സുവിശേഷം അറിയിക്കുന്ന അറിയാമോ? നിങ്ങളുടെ മുമ്പിൽ നിന്ദാപാത്രമായിട്ട് നിൽക്കേണ്ടി വന്നാലും പരിഹാസ വിഷയമായിട്ട് നിൽക്കേണ്ടി വന്നാലും ഇന്നും നാളെയും ഒക്കെയായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ഭൂമിയിൽ മരണം വഴിയായിട്ട് കടന്നു പോവുകയാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളെല്ലാവരും മരിച്ചു പോകും. തീർച്ചയായിട്ടും മരിച്ചു പോകും. എന്നെ കേൾക്കുന്ന ഒരാൾ പോലും മരണമില്ലാത്തവരായിട്ടില്ല. എന്നാൽ മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ എല്ലാ ജാതി മതസ്ഥരും അംഗീകരിച്ച വണ്ണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്ന് മുസ്ലിം സമുദായം പോലും വിശ്വസിക്കുന്നു. അവൻ ഭൂമിയിൽ സാത്താനെ ചങ്ങല കെട്ടുകൊണ്ട് 1000 ആണ്ട് വാഴുമെന്ന് അവർ പോലും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരും എന്നൊരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. അവൻ മടങ്ങി വന്നാൽ നമുക്കെന്താണ്? അത് പറഞ്ഞു തരാൻ പ്രിയപ്പെട്ടവരെ. മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേക്കുമെന്നും, അതായത് കല്ലറയിൽ അടക്കപ്പെട്ട എല്ലാവരും, അല്ല ചിലര് പറയും ഞങ്ങളെ ദഹിപ്പിക്കുകയാണ്, ചാരത്തിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ചാരത്തിൽ നിന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് കേട്ടുകൊള്ളുവിന്. അപ്പോൾ ആദ്യകാലങ്ങളിലുള്ള ചരിത്രം എനിക്കിനി ഇവിടെ പറയേണ്ട കാര്യമില്ല. നിരവധിയായിരിക്കുന്ന പ്രസംഗം എന്റെ വായിൽ തന്നെ കേട്ട് കഴിഞ്ഞതാണ്. എന്നാൽ കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ എല്ലാവരും മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വന്ന് 1000 വർഷം ഭൂമിയിൽ വാണതിന് ശേഷം ലോകം അവസാനിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. ശാന്തതയോടെ ഞാൻ പറയാം, ലോകം തീർച്ചയായിട്ടും അവസാനിച്ചു പോകും. ഈ കണ്ടുകൊണ്ട് കാണുന്നതെല്ലാം മായയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ന് കാണുന്നതും നാളെ ഇല്ലാതായിട്ട് തീരുന്നതും എല്ലാം മായയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യൗവനവും ലാവണ്യവും മായയാണ്. കാരണം എന്താണ്? ഇന്ന് നീ ചെറുപ്പക്കാരിയാണ്, സുന്ദരിയാണ്, ലാവണ്യമുള്ളവളാണ്. പക്ഷെ നാളെ നീ വൃത്തിയായിട്ട് തീരുമ്പോൾ നീ പറയും അന്നത്തെ നല്ല കാലം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലയോ പുരുഷ, നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് മസിൽ പവറുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ നിനക്ക് നഷ്ടപ്പെടുന്നത് നിനക്ക് കാണാം. അപ്പോൾ നീ പറയും ആ പഴയ കാലത്തിലേക്ക് നീ മടങ്ങി പോകുവാൻ കഴിയുമോ? യൗവനത്തിലേക്ക് മടങ്ങി പോകുവാൻ കഴിയുമോ? കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ യൗവനത്തിന്റെ മോഹങ്ങൾ കൊത്തവണ്ണം നീ ചെയ്ത പാപങ്ങൾ
പാപങ്ങൾ നിന്നെ വേട്ടയാടുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വീടിന്റെ അടുക്കൽ തന്നെ ഏകദേശം അയിരൂർ പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മർത്തോമ സഭാ വിശ്വാസിയാണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു, മിലിറ്ററിക്കാരനുമാണ്. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറയുമ്പോൾ അദ്ദേഹം കട്ടിൽ മരണപ്പായത്തോട് നിലവിളിക്കുകയാണ്, ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ ചെയ്യാത്ത തെറ്റുകളില്ല, ചെയ്യാത്ത പാപങ്ങളില്ല, ഈ പാപം എവിടെ നിന്ന് ഇറക്കി വെക്കും? നോക്ക് പ്രിയപ്പെട്ടവരെ, മരണസമയമാകുമ്പോൾ 80-85 വയസ്സുള്ള മനുഷ്യൻ മരണസമയമായപ്പോൾ നിലവിളിക്കുകയാണ് കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്ത്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ദുർനടപ്പ് ആചരിച്ച് അഹങ്കാരപൂർവ്വം നടന്ന നീ ഒരു ദിവസം മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയപ്പെട്ടു പോകാതെ, മരണത്തിന് മുമ്പിൽ നീ പരിഹാസ വിഷയമായിട്ട് തീരാതെ ഇരിക്കേണ്ടത് ഞാൻ സുവിശേഷം അറിയിക്കുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും പാപം ചെയ്ത മനുഷ്യർ, ഞാൻ പാപം ചെയ്ത മനുഷ്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം മരണം കഠിനമായിരിക്കുന്നു, ദുസ്സഹവുമായിട്ട് തീർന്നിരിക്കുകയാണ്. മരണം അവനെ ഭീതിപ്പെടുത്തുകയാണ്. അയ്യോ, നമ്മുടെ മക്കളോ അപ്പന്മാരോ അമ്മമാരോ ഭാര്യയോ ഭർത്താക്കന്മാരോ ഒക്കെ കൂടെ കാണുമായിരിക്കാം, കൂടെ അകന്നിരിക്കുകയാണ്. എന്നാൽ മരിക്കുന്ന സമയത്ത് നിന്റെ അകത്തെ മനുഷ്യൻ പുറത്തു വരുന്നതാണ് മരണം. പ്രിയപ്പെട്ട, ആ സമയം നിന്റെ കൂടെ വരാമെന്ന് ആരും വാക്ക് തന്നിട്ടില്ല. ഇങ്ങനെയുള്ള സുവിശേഷം കേൾക്കരുത്, ഇങ്ങനെയുള്ള സുവിശേഷകന്മാരെ വീട്ടിൽ കയറ്റരുത്, നിങ്ങൾ സ്നാനമേൽക്കരുത്, ഈ സുവിശേഷത്തെ തള്ളിക്കളയെന്ന് പറയുന്ന പള്ളിയിലച്ഛനും എന്റെ പ്രിയപ്പെട്ടവരെ, മരണ ദിവസം നിന്നോട് കൂടെ ഇല്ല. നിങ്ങൾ ഏകനായിട്ട് മരണ ദിവസം കഠിനമായിരിക്കുന്ന ഇരുട്ടിൽ കൂടെ നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകുമ്പോൾ കള്ള ഉപദേശം തന്നെ നിങ്ങളെ വഞ്ചിച്ച ഒരു ഉപദേശിമാരും നിങ്ങളുടെ കൂടെ ഇല്ല. അല്ല, പെന്തക്കോസ്ത് ഉപദേശിയായാലും ശരി, നിന്റെ പട്ടിണി മാറുമെന്നും നിന്റെ മറ്റു വിധമായിരിക്കുന്ന ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി നിന്നെ സമീപിക്കുമ്പോൾ അവന്റെ വാക്ക് കേട്ട് യഥാർത്ഥമായിരിക്കുന്ന പാപമോചനം അറിയിക്കാതെ നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ അപ്പോഴും നിങ്ങൾ എന്താണ് കുറ്റക്കാരായിട്ട് തീർന്നിരിക്കും. ആകയാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഒരു ദിവസം മരിക്കും. ആ മരണ ദിവസം സമാധാനത്തോടെ മരിപ്പാനും മരിക്കുമ്പോൾ നിന്റെ കരം പിടിച്ച്, യേശുക്രിസ്തുവിന്റെ കരം പിടിച്ച് ഈ മരണനദിയുടെ അപ്പുറത്തേക്ക് പോകുവാനും അതിനപ്പുറം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യസ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിപ്പാനും ഒരു മാർഗമേ ഉള്ളൂ, അത് പാപമോചനമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാ ജാതി മതസ്ഥരോടും പറയുന്നു, നിങ്ങൾ വ്യർത്ഥമായിരിക്കുന്ന മതവിശ്വാസത്തിലാണ്. രാഹുകാലത്ത് നിന്ന് രക്ഷ തരാത്ത ആകാശത്തിലെ അധികാരങ്ങളുടെ കാർത്തികയുടെയും മകരത്തിന്റെ ഒക്കെ ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാത്ത, അതിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മതവിശ്വാസം വ്യർത്ഥമാണ്. എത്രയോ പെൺകുട്ടികൾ ദോഷമുണ്ടെന്ന് പറഞ്ഞ് വിവാഹം കഴിക്കാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് പോലും രക്ഷിപ്പാൻ നിന്റെ പാരമ്പര്യ പ്രകാരം പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതൽ ആചരിച്ചു വന്ന വഴിപാടുകൾക്കോ യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ബലികൾക്കോ ഒന്നും രാഹുകാലത്തിൽ നിന്നോ ചൊവ്വാദോഷത്തിൽ നിന്നോ രക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മുമ്പിൽ നിന്നാണ് നിന്റെ പുരോഹിതന്മാരും പകച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ കള്ള ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊള്ളുവിന്. ക്രിസ്ത്യാനികളായിരിക്കുന്നവരെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിയെ തുറക്കാനാണ്. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വ പിതാക്കന്മാരും പാപികളും ദോഷികളുമായിട്ട് കടന്നുപോയി. നിങ്ങളും ഭാവിയായിട്ട് മരണത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ പള്ളികൾ ചെന്ന പുരോഹിതന്മാരും പാപികളും ദോഷികളുമായിട്ട് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മരിച്ചത് എന്തിനാണ്? ഞാൻ കുട്ടനാടിന്റെ ദേശങ്ങളിലും വിവിധമായിരിക്കുന്ന ഭാഗങ്ങളിലും പ്രസംഗിക്കുമ്പോൾ കത്തോലിക്ക മതവിശ്വാസികൾ ഞങ്ങളെ കല്ലെറിയാറുണ്ട്, ഞങ്ങളെ ചീത്ത വിളിക്കാറുണ്ട്, മുട്ടൻ വടിയും എടുത്തുകൊണ്ട് നിന്നെ ഇവിടെ വെച്ച് തല്ലിക്കൊല്ലൂ എന്ന് പറഞ്ഞ് കാലിന്റെ മുട്ട് തല്ലി ഒടിക്കുമെന്ന് കേട്ടുകൊള്ളുവിന്. RSSകാരല്ല, പിന്നെന്താണ്, മുസ്ലിങ്ങളുമല്ല, കത്തോലിക്കരും മറ്റു വിധമായിരിക്കുന്ന മതവിശ്വാസികളും നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മതവിശ്വാസം ക്രിസ്തുവിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാണ്? ഇന്ന് നീ മരിക്കുന്നെങ്കിൽ നിന്റെ ഭാവി ജീവിതം എവിടെയാണ്? ആകിയാൽ മരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. മരണം 2 വിധമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഒന്ന് അത് ഭീതിപ്പെടുത്തുന്നതാണ്, ഒന്ന് നിനക്ക് സന്തോഷിക്കുന്നതാണ്. അതായത് ഒരു പെൺകുട്ടി തന്റെ വിവാഹ ജീവിതം വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പുരുഷനോടുകൂടെ അമ്മയപ്പന്മാരെ വിട്ട് തന്റെ വിവാഹ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. പിതൃ പാരമ്പര്യത്തെയും പിതൃ ഭവനത്തെയും തള്ളി തന്റെ പ്രിയനോട് ചേരുന്ന ദിവസം അവൾ സന്തോഷത്തോടു കൂടെ പോകുന്ന ആ വിവാഹ ദിവസം പോലെ ചിലർക്ക് മരണ ദിവസം സന്തോഷകരമാണ്. അങ്ങനെ സന്തോഷിക്കുന്ന ജനം ആരാണ്? അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിച്ചവർക്കും മരണം സന്തോഷമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലയോ, കഴിഞ്ഞ ദിവസം 93 വയസ്സുള്ള ഒരു അപ്പച്ചനെ, അതായത് ബെച്ചുച്ചറയ്ക്ക് അടുത്താണ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം കഠിനമായിരിക്കുന്ന ശാരീരിക വേദന ഇരിക്കുമ്പോഴും സന്തോഷാധിക്യത്തിൽ നിറയാണ്. എന്റെ പ്രിയനൊന്ന് വന്നിരുന്നെങ്കിൽ എന്നെ ഈ ശരീരത്തൊന്ന് വേർപെടുത്തി തന്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുവരും, മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആത്മഹത്യയല്ല, കർത്താവിനോട് കൂടെ ചേരുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ പ്രിയപ്പെട്ട അദ്ദേഹം മർത്തോമ മതവിശ്വാസത്തെ തള്ളിക്കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ
മനുഷ്യനായതുകൊണ്ട് തന്റെ 93-ാം വയസ്സിൽ താൻ എന്താണ് ഉല്ലാസത്തോടുകൂടി കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ അച്ചായനോ അദ്ദേഹത്തിന് 83 വയസ്സുള്ളപ്പോൾ കട്ടിലിൽ കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, അയ്യോ എന്നെ ആർ രക്ഷിക്കും, എനിക്ക് എന്റെ പാപത്തെ എവിടുന്ന് കഴുകി കളയുമെന്ന് വെച്ച് നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം രണ്ടു തരമുണ്ട്. ഒരു മനുഷ്യന്റെ എടവും വലവും മരണം കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം? സന്തോഷത്തോടെ മരിക്കണമോ വേദനയോടെ മരിക്കണമോ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു ദൂതും കൂടെ പറയാം. ഒരിക്കൽ PP മാത്യു എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്, അദ്ദേഹം ഒരു ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നു, മർത്തോമയാണോ കത്തോലിക്കാന്നോ ആ എഴുത്തിനകത്ത് വായിച്ചിട്ടില്ല. എന്നാൽ തനിക്ക് തന്നോട് കൂടെ ചേർന്ന് ഒന്നിച്ചൊരു പള്ളിയിൽ പോയ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. 23 വയസ്സേ പ്രായമുള്ളൂ. എന്നാൽ തന്റെ കൂട്ടുകാരൻ ഒരു ദിവസം കഠിനമാരിക രോഗാവസ്ഥയിൽ വന്ന് കട്ടിൽ കിടക്കുകയാണ്. ഈ മകൻ PP മാത്യു എന്ന് പറഞ്ഞ തന്റെ കൂട്ടുകാരൻ ഇവനോട് കൂടെ ഇരിക്കും. ഒരു ദിവസം തന്റെ കൂട്ടുകാരൻ നിലവിളിയോടുകൂടി മരിക്കുകയാണ്. ആ കൂട്ടുകാരൻ ആ കട്ടിൽ കിടന്ന് നിലവിളിക്കാണ്. ഇപ്പോഴല്ല, 70 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കൂട്ടുകാരൻ കട്ടിൽ കിടന്ന് നിലവിളിക്കാൻ, അയ്യോ ഞാൻ മരിക്കുകയാണ്, ഇത് അഗാധമായിരിക്കുന്ന ഒരു കിണർ എന്റെ മുമ്പിൽ, ഒരു കുഴി, ഇരുട്ടാണ് എന്റെ അടിയിൽ, അതിന്റെ അടിത്തട്ട് കാണുവാൻ കഴിയത്തില്ല, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ നിലവിളിച്ചുകൊണ്ട് മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ PP മാത്യുവിന് ഈ കാഴ്ച ഭയങ്കരമായിരുന്നു, ഹൃദയഭേദകമായിരുന്നു. അദ്ദേഹം ഭയപ്പെട്ട് വീട്ടിലേക്ക് ഓടിയിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ രാത്രികാലം ഉറക്കമില്ലാതെ ചിന്തിച്ചു, ദൈവമേ ഞാനും ഒരു ദിവസം മരിക്കുമല്ലോ, കർത്താവേ ഞാനും ഒരു ദിവസം മരിക്കുമല്ലോ, എന്റെ സ്നേഹിതൻ നരകത്തിലേക്ക് പോയതുപോലെ ഇന്നാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാനും നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് ഇവൻ നിലവിളിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവൻ സത്യത്തിലേക്ക് തിരിഞ്ഞു. ആദ്യമായിട്ട് ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ബൈബിൾ വായിച്ചതിന്റെ സത്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹം മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് പാപമോചനം നേടി ദൈവത്തിന്റെ മകനും വിശുദ്ധനുമായിട്ട് തീർന്നു. എന്നാൽ തനിക്ക് 60 വയസ്സുള്ള സമയത്ത് പ്രിയപ്പെട്ട തന്റെ സ്വന്തം ജ്യേഷ്ഠൻ, തന്റെ അമ്മ പ്രസവിച്ച തന്റെ സ്വന്തം സഹോദരൻ കാൻസർ രോഗിയായിട്ട് മരണസന്നമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ തന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ പേര് എബ്രഹാം എന്നാണ്, അദ്ദേഹം ഇതാ ഒരു കട്ടിൽ മരണസന്നമായിട്ട് കിടന്നപ്പോൾ അനേക വിശുദ്ധന്മാര് അല്ലെങ്കിൽ വിശുദ്ധന്മാര് അവന്റെ അടുക്കൽ വന്ന് അവനോട് വേണ്ടി പ്രാർത്ഥിപ്പാനും അവന്റെ അടുക്കൽ വചനം സംസാരിപ്പാനും ആശ്വസിപ്പാനായിട്ട് നിൽക്കുമ്പോൾ ഈ അബ്രഹാം എന്ന് പറഞ്ഞ PP മാത്യുവിന്റെ സഹോദരനെ കട്ടിലിന്റെ ഓരം ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ കൂടെ വന്ന ദാസന്മാരെ പറഞ്ഞു, അച്ചായ ആ കട്ടിലിന്റെ നടുക്കോട്ട് മാറി കിടക്ക്, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, താഴെ വീഴത്തില്ലയോ ചോദിച്ചപ്പോഴ് ഈ സ്നാനമേറ്റ ഇദ്ദേഹം പറയാണ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇദ്ദേഹം പറയാണ്, ഇതാ എന്നെ എതിരേറ്റ് കൊണ്ടുപോകുവാന് ദൈവദൂതന്മാര് നിരനിരയായിട്ട് കട്ടിലിരിക്കുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി സ്ഥലം കൊടുക്കണ്ടയോ? പ്രിയപ്പെട്ട ആ മരണം എത്ര മനോഹരമാണ്. ദൈവദൂതന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് അവനിതാ സൂര്യചന്ദ്ര ഗോളങ്ങൾക്കും അപ്പുറത്തേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പറന്നു പോകുന്ന നിത്യമാസം. ആ രംഗത്തെ ഓർത്തുകൊണ്ടാണ് ദൂതസംഘം ആകവേ എന്നെ എതിരേൽപ്പാനായിട്ട് വരുന്നു എന്നുള്ള പാട്ട് ഈ PP മാത്യു എഴുതിയത്. പ്രിയപ്പെട്ടവരെ, സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ പാപിയായിട്ട് അടക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നിങ്ങൾ ഈ പാട്ട് പാടിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കുന്നു. ആവയാൽ ബൈബിളിന്റെ പുതിയ നിയമം അല്ലെങ്കിൽ അതിന്റെ ലേഖനങ്ങൾ വിശുദ്ധന്മാർക്ക് സ്നാനമേറ്റവർക്കുള്ളതാണ്. റോമാലേഖനവും മറ്റു വിധമായിരിക്കുന്ന ലേഖനത്തിലെയും വചനം എടുത്തുകൊണ്ട് സ്നാനമേൽക്കാത്ത ഒരു വ്യക്തി പറഞ്ഞ് സന്തോഷിച്ചിട്ട് എന്ത് പ്രയോജനം? മരിക്കുമ്പോൾ നിന്റെ പാപം നിമിത്തം നീ നരകത്തിലേക്ക് പോവുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരും മരിച്ചതിന് ശേഷം ഞാൻ ഇവിടെ പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾ കണക്ക് പറയും, കർത്താവെ വിജയനെ ഏൽപ്പിച്ചതാണ്, ഞങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ വിജയനെ ഏൽപ്പിച്ചതാണ്, ഇന്ന് നിങ്ങൾക്ക് വെറുപ്പാണ്. അന്ന് നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പറയും, കർത്താവെ ഇത്ര ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി, പാപത്തിന്റെ ശമ്പളം ഇത്ര ഭയങ്കരമായിരിക്കുന്ന നരകമാണെന്ന് അറിഞ്ഞിട്ടും നീ ഇവനെ ഏൽപ്പിച്ചിട്ടും ഇവൻ ഞങ്ങളോട് പറഞ്ഞില്ല, അവൻ ഞങ്ങളോട് സുവിശേഷം ഘോഷിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അന്നേ അങ്ങ് രക്ഷ പ്രാപിക്കുമായിരുന്നു, അവൻ പറയാഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ നരകാക്കിലേക്ക് ഒടുങ്ങി പോകേണ്ടതെന്ന് ആ ന്യായവിധി ദിവസം എന്റെ മുമ്പിലും കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ പറയാതിരിക്കേണ്ടതിനും, അതിനപ്പുറം നിങ്ങളുടെ ഒരാളുടെ ആത്മാവ് നരകാക്കിലേക്ക് ഒടുങ്ങിപ്പോയാൽ അവിടെ നിങ്ങളെ മടക്കി വരുത്തുവാൻ ആർക്കും സാധ്യമല്ലാത്തത് കൊണ്ടും, എന്ന് വെച്ചാൽ പുരോഹിതന്മാരുടെ ധൂപ പ്രാർത്ഥനയ്ക്കോ ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നപ്പോൾ എന്താണ് പിണ്ടാചാരങ്ങള് വർഷം തോറുള്ള ബലികൾക്കോ ഒന്നിനും നമ്മളെ നരകാക്കിയിൽ നിന്ന് വീണ്ടെടുപ്പാൻ കഴിയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ശാന്തതയോടെ ഞാൻ പറയുകയാണ്, മനസ്സലിവോടും താഴ്മയോടും ഹൃദയഭേദകമായിരിക്കുന്ന വേദനയോടും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമുണ്ട്. യഥാർത്ഥമായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കൊണ്ടുള്ള ഈ ശരീരം, ദ്രവിച്ചു പോകുന്ന ഈ ശരീരത്തിനകത്ത് നിന്റെ ഇതേ രൂപത്തിലുള്ള മറ്റൊരു മനുഷ്യനുണ്ട്, നിന്റെ ഇതേ രൂപത്തിലുള്ള മറ്റൊരു മനുഷ്യൻ അകത്തുണ്ട്. അതിപ്പോൾ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഒരു ആക്സിഡന്റോ വല്ലപ്പെട്ട് 2 പേര് ഒന്നിച്ച് മരിച്ചെന്നിരിക്കട്ടെ, ആ 2 പേർക്ക് മരിച്ചു കഴിയുമ്പോൾ തമ്മിൽ കാണാൻ പ്രിയപ്പെട്ടേ. കാരണം എന്താണ്? ആ ആത്മീയ ശരീരം പുറത്തു വരുമ്പോഴേ ആ ആത്മീയ ശരീരം തമ്മിൽ അവർക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടേ, നമ്മുടെ അകത്തുള്ള ഈ ആത്മീയ ശരീരം, അതാണ് നമ്മുടെ എല്ലാ ബുദ്ധിമണ്ഡലങ്ങളും, അതാണ് നമ്മുടെ എല്ലാ ചിന്തകൾക്കും ആധാരമായിരിക്കുന്നത്. ആ ആത്മീയ ശരീരം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് മരണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയും? അതായത് നോക്ക്, പിന്നെ
നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ആ ഭൗതിക ശരീരം വെളിപ്പെട്ട് വരുന്നത് പോലെ ഈ മണ്ണുകൊണ്ടുള്ള ഭൗതിക ശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ആത്മീയ ശരീരം വെളിപ്പെട്ട് വരുന്നതാണ് മരണം. ഈ ആത്മീയ ശരീരം മരിക്കുന്ന സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് മണ്ടത്തരം മനസ്സിലാകും. ഭൂമിയിൽ വെച്ച് സുവിശേഷകന്മാരെ ഞങ്ങൾ അനുസരിച്ചില്ല, അവരുടെ വാക്കുകൾ കേൾപ്പാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല എന്നും എന്താണ് സമ്പത്തിന്റെ പുറകെ പോയി എന്നും ലോക സ്നേഹത്തിന്റെ മുമ്പിലും ലോകത്തിന്റെ മഹത്വത്തിനും വേണ്ടി ഞാൻ ഓടി. എന്റെ ആത്മാവിനെ സംബന്ധിച്ച് ഞാൻ ഒന്നും അന്വേഷിച്ചില്ല, എന്റെ ആത്മാവിനെ സംബന്ധിച്ച് ഞാനൊന്നും കരുതിയുമില്ല. അന്ന് നിങ്ങൾ ദുഃഖം കൊണ്ട് നിറയും. കർത്താവേ, പറ്റിപ്പോയല്ലോ, ഇനി ഒരു മടങ്ങി വരവില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞ് നമുക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാരോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ നമ്മുടെ കൂട്ടുകാരോ ചാർച്ചക്കാരോ ബന്ധുക്കളോ ഒക്കെയും ഉന്നതമായിരിക്കുന്ന ഫ്യൂണറൽ സർവീസ് ശവമടക്ക് ശുശ്രൂഷ ഇവിടെ നടത്തുമ്പോൾ നിന്റെ ആത്മീയ ശരീരം കണ്ണുനീരോടെ നിലവിളിയോടുകൂടെ നരകത്തിയിലേക്ക് ഒടുങ്ങിപ്പോകുവാൻ യാത്രയാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അത് ഉണ്ടാവരുത്. നിങ്ങൾ എത്ര കൊടും പാപിയായിരുന്നാലും യേശുക്രിസ്തുവിന്റെ രക്തത്തിന് നമ്മുടെ പാപങ്ങളെ കഴുകി കളയുവാൻ കഴിയും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് യേശുക്രിസ്തു ആ തെരുവോരങ്ങളിൽ കൂടെ പോകുമ്പോഴും ബർത്തമായി എന്ന് പറയുന്ന ഒരു കണ്ണുപൊട്ടന് ഇങ്ങനെ വിളിക്കുകയാണ്, ആരാണ് അതുവഴി പോകുന്നത്, എന്താണ് ഇത്ര ആരവാരോ എന്ന് അവൻ എന്താ കൂടെ ഇരിക്കുന്നവരോട് ചോദിക്കും. പറഞ്ഞു, നസറനായിരിക്കുന്ന യേശു ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ ബർത്തമായി എന്ത് ചെയ്തെന്നറിയാമോ? യേശുവേ, ദൈവം ദാവീദ് പുത്ര യേശുവേ, എന്നെ സഹായിക്കണമെന്ന് നിലവിളിക്കുകയാണ്. അവന്റെ നിലവിളി അത്യുച്ചത്തിലായപ്പോൾ നോക്കിയ അവൻ നിലവിളിച്ചപ്പോൾ അവന്റെ സഹപ്രവർത്തകരും യേശുക്രിസ്തു ശിഷ്യന്മാരും പറഞ്ഞു മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബർത്തമായിയുടെ നിലവിളി കൂടിയതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവേ എന്നെ രക്ഷിക്കണമെന്നുള്ളവന്റെ നിലവിളി വർദ്ധിച്ചതേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും യേശുക്രിസ്തുവിലേക്ക് തിരിയുവാനായിട്ട് മനസ്സ് വെക്കുമ്പോഴേ നമ്മുടെ പുരോഹിതന്മാരും നമ്മുടെ ചാർച്ചക്കാരും ബന്ധുക്കളും നിങ്ങളെ നിഷേധിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കർത്താവിനെ കൂടുതൽ അടുത്ത് നിൽക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അവരുടെ വാക്ക് കേട്ട് തിരിച്ചു പോകാൻ നല്ല പ്രിയപ്പെട്ട ദൈവത്തിന് പ്രസാദമല്ല. എന്നാൽ നോക്കുവിന് ബർത്തമായിയുടെ കർത്താവ് ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ച തരണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഒരു യാചകന്റെ എപ്പോഴത്തെ ആഗ്രഹം എന്താണ്? ഇവിടെ കടന്നു പോകുന്ന ഓരോരുടെയും ഭാണ്ഡങ്ങൾ പറക്കി നോക്കിയാൽ അനേകം നമ്മുടെ കയ്യിലില്ലാത്തവണ്ണം പണം അവന്റെ ഭാണ്ഡത്തിൽ കാണും. പക്ഷെ അപ്പോഴും അവൻ കൈ നീട്ടിയാണ്, എനിക്ക് വല്ലതും തരണമേ. പ്രിയപ്പെട്ടവരെ, ഈ ബർത്തമായി ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി, യഥാർത്ഥമായിട്ടും ഞാൻ യാചിക്കേണ്ടി വന്നതിന്റെ കാരണം എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ്. കർത്താവെ, എനിക്ക് ഇന്നത്തെ ഭക്ഷണം തരണമെന്ന് പറഞ്ഞാൽ കർത്താവ് ഭക്ഷണത്തിനുള്ള പണം കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമാനായിരിക്കുന്ന അന്ധനായിരിക്കുന്ന ബർത്തമായി പറഞ്ഞു, എന്റെ കണ്ണിന് കാഴ്ച തരണമെന്ന് പറഞ്ഞു. ആ ക്ഷണത്തിൽ അവന് കർത്താവ് കാഴ്ച കൊടുത്തു. അവൻ കണ്ണ് തുറന്ന് കർത്താവിനെ അനുധാവനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയല്ല നമുക്ക് വേണ്ടത്. പ്രശ്നം ഇവിടുന്നുണ്ടായി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം വരുത്തിയാണ് നമ്മൾ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. ആകയാൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ പാപമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയങ്കരമായിരിക്കുന്ന പാപമാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. അത് ആദം മുതൽ തുടങ്ങിയ ആദ്യത്തെ പുരുഷൻ തുടങ്ങിയ പാപമാണെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ കുടുംബ തകർച്ചയ്ക്ക് കാരണം എന്താണ്? നിന്റെ പാപ സ്വഭാവങ്ങളല്ലയോ? നിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം എന്താണ്? നിന്റെ പാപമല്ലയോ? എത്ര അധ്വാനിച്ചാലും കടം മാത്രം മിച്ചമായിരിക്കുന്ന നിന്റെ പാപ സ്വഭാവമല്ലയോ? എന്റെ പ്രിയപ്പെട്ട നിരവധിയായിരിക്കുന്ന രോഗങ്ങളും നിന്റെ പാപത്തിൽ നിന്നാണ് ഉണ്ടായത്. എല്ലാ രോഗങ്ങളും പാപത്തിൽ നിന്നുണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട തിരിഞ്ഞു നോക്കുവിന് നമ്മുടെ പാപമാണ് നമ്മുടെ ഒന്നാമത്തെ ശത്രു. എന്നാൽ ഈ ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തുമ്പോൾ മരണം നമ്മളെ വിട്ടുപോകുകയാണ്. മരണഭയത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുകയാണ്. ആകയാൽ പാപമോചനത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല. പറയാം, ചുരുക്കം 1, 2, 3 പേർക്ക് എന്റെ പ്രശ്നം കേൾക്കുന്നവർക്ക് അത് കിട്ടിക്കാണും. എന്നാൽ നോക്കുമ്പോൾ പറയട്ടെ, നിങ്ങൾക്ക് പാപമോചനം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം. നിങ്ങളുടെ പുരോഹിതന്മാർക്കും കിട്ടിയിട്ടില്ല. എന്താണ് തെളിവ്? നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട് സാക്ഷ്യം പറഞ്ഞു, ദൈവമേ നീ പരിശുദ്ധനും ബലവാനുമാകുന്നു, ഞങ്ങളോ പാപികളും ദോഷികളും. നോക്കുവിന്, ദൈവത്തിന്റെ ശത്രുവാണ് നിങ്ങൾ തന്നെ സമ്മതിച്ചു. നിങ്ങൾ പാപികളാണ് നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടും നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അവന്റെ അടുക്കലേക്ക് പോകുവാൻ മനസ്സില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഇവിടെ നിർത്തിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോട് കൂടെ ജീവിക്കേണ്ടതിനും ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് നിത്യസ്വർഗത്തിലേക്ക് വാഴേണ്ടതിനും ഒരു വഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് മാനസാന്തരപ്പെട്ടാൽ മതിയെന്നേ. ഒരു മാനസാന്തരം ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. ആ മാനസാന്തരം ഒരിക്കൽ കൂടെ പറയുന്നു, ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃപാരമ്പര്യത്തെ നമ്മൾ തള്ളിക്കളയണം. ആ മാനസാന്തരപ്പെടണമെങ്കിൽ ആ ക്രൂസിലേക്കൊന്ന് നോക്കണം. കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോത്ത മലമുകളില് ആകാശത്തിന്റെയും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ ശരീരം മുഴുവൻ അടിയേറ്റ് തകർക്കപ്പെട്ടതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. എന്നെ കേൾക്കുന്ന മരണമുള്ള എല്ലാവരും ഞാൻ ഹിന്ദുവാണ്, അതുകൊണ്ട് ഇത് കേൾക്കേണ്ട, ഇത് മതപരിവർത്തനാണെന്ന് പറയാൻ വരട്ടെ. പ്രിയപ്പെട്ടവരെ, നിന്റെ മതത്തിനോ എന്റെ മതത്തിനോ ക്രിസ്ത്യ മതത്തിനോ ഇസ്ലാം മതത്തിനോ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ദൈവം ആരെന്ന് തിരിച്ചറിയാതെ എല്ലാവരും ഇരുട്ടി ചുറ്റി നടക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു അവൻ ദൈവപുത്രനാകുന്നു. അവനാൽ അത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്, അവനാൽ അത്രേ നീ വായു ശ്വസിക്കുന്നത്, അവനാൽ
അവനാലത്രേ നീ വെള്ളം കുടിക്കുന്നത്, അവനാലായിട്ടത്രേ നീ ജീവിക്കുന്നതും ചരിക്കുന്നതും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഒരു മതത്തിലും ദൈവമില്ല, ക്രിസ്തീയ മതം ഉൾപ്പെടെ ഒരു മതത്തിലും ദൈവത്തിന്റെ സ്നേഹമോ പാപമോചനമോ ഇല്ല. എന്നാൽ യേശുക്രിസ്തു എന്ന ഏക വ്യക്തി നിന്റെ പാപം ക്ഷമിക്കുവാനായിട്ട് സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. അവനെ പറ്റി വചനം ഇങ്ങനെ പറയുന്നു: ആകാശത്തിന് കീഴെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്വർഗത്തിൽ നിന്നെ രക്ഷിപ്പാനായിട്ട് ഇറങ്ങി വന്ന ഏകനാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് എല്ലാ ഉന്നതന്മാരോട് ഞാൻ പറയുന്നു, നിനക്കൊരു മരണമുള്ളത് കൊണ്ട് അഹങ്കരിക്കേണ്ട. പുരുഷന്മാരെ, നിങ്ങളുടെ നിഗളിച്ച കണ്ണുകളെ താഴ്ത്തപ്പെടും, നിന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടും, നീ നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, അത് രാജാവെന്നോ മന്ത്രിയെന്നോ ഇല്ല, ട്രംപെന്നോ മോദിയെന്നോ ഇല്ല, ഞാനെന്നോ യാചകനെന്നോ ഇല്ല. എല്ലാവരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് തീർക്കുന്ന നാളുണ്ട്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് പാപമോചനം എന്നുള്ള വീണ്ടെടുപ്പുണ്ട്. ആ വിശുദ്ധ രക്തം, അതായത് വിശുദ്ധമായിരിക്കുന്ന ഒരു രക്തം ഭൂമിയിൽ ചൊരിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. മറ്റാർക്കും വിശുദ്ധ രക്തമില്ല. എല്ലാവരും ആദമിന്റെ മക്കളായതുകൊണ്ട് എല്ലാവരും പാപികളാണ്. പാപിയുടെ രക്തത്തിൽ നമ്മളെ കഴുകുവാൻ കഴിയത്തില്ല. പാപിയായിരിക്കുന്ന പുരോഹിതന്റെ ഉപദേശത്തിൽ നിന്നെ പാപമോചനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതായത് അവൻ യേശുക്രിസ്തു പറഞ്ഞു, കുരുടൻ കുരുടനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴത്തില്ലയോ? പാപിയായിരിക്കുന്ന പുരോഹിതന്റെ കള്ള ഉപദേശം കേട്ട് പാപിയായിരിക്കുന്ന നീ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടത്, യേശുക്രിസ്തു സ്വർഗം വിട്ട് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമക്കുകയും ചെയ്യേണ്ടി വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപം അവൻ സ്വയം ചുമലിലേറ്റി നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് ദൈവ കോടതിയുടെ മുമ്പിൽ ശിക്ഷ ഏൽക്കുകയാണ്. ദൈവമല്ല അവനെ ശിക്ഷിച്ചത്, പിശാചുമല്ല ശിക്ഷിച്ചത്, മനുഷ്യരുമല്ല. പിന്നെ എന്താണ്? ദൈവത്തിന്റെ നിയമം അത്രേ അവനെ ശിക്ഷിച്ചത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്ന് അവൻ കാൽവറി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ടും അവൻ അടക്കപ്പെട്ടിട്ടും നമ്മളെ നീതിയിലേക്ക് നടത്താൻ കഴിയുന്നുള്ള ഉറപ്പെന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റത് വഴി അവനിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദുഃഖ വെള്ളിയാഴ്ച നിങ്ങൾ എന്താണ് കരയുന്നു? നിങ്ങൾ ഈസ്റ്ററിന്റെ ദിവസം കള്ളു കുടിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട, ഇതെല്ലാം വ്യർത്ഥമല്ലയോ പ്രിയപ്പെട്ടവരെ? എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യുന്നതല്ലയോ പ്രിയപ്പെട്ടവരെ? എല്ലാ വർഷവും നിങ്ങൾ നൊയമ്പ് നോക്കുന്നതല്ലയോ? എല്ലാ വർഷവും ഓരോ മതക്കാരും അവരുടേതായിരിക്കുന്ന മതഭക്തി ചെല്ലുന്നല്ലയോ? എല്ലാ വർഷവും നമ്മൾ വിഷു ആചരിച്ചു, എല്ലാ വർഷവും നമ്മൾ ഓണം കൊണ്ടാടി, എല്ലാ വർഷവും ക്രിസ്തുമസ് ആചരിച്ചു, ദുഃഖവെള്ളിയും ഈസ്റ്ററും മറ്റെന്താണ് അഭിദിനവും, അതായത് ദിനങ്ങളെല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ആചരിച്ചിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളെ മായ്പാന് ഈ ആരാധനയ്ക്ക് കഴിഞ്ഞു പോവും, ഈ ആചാരങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇതാ ലോകത്തിലേക്ക് നോക്കുവിന്, ഓരോ ദിവസം കഴിയുന്തോറും ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവിടെ എന്താണ്? ഭൂകമ്പങ്ങള്, ഇതാ യുദ്ധശ്രുതികള്, ജാതി ജാതിയോട് എതിർക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജാതികൾ ഉപജാതികൾ തമ്മിൽ എന്താണ്? പരസ്പരം വെട്ടുന്നു. പ്രിയപ്പെട്ട, ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ വരവിനുള്ള മുന്നോടി മാത്രമാണ്. ആകിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കഠിനമായിരിക്കുന്ന ക്ഷാമം കൊണ്ട് കേരളം മൂടാൻ പോകുകയാണ്. ഈ കൊച്ചു കേരളം, നിന്റെ പണമുണ്ടല്ലോ അലമാരിയുടെ ഷെൽഫിനകത്ത് അടുക്കി വെച്ചിട്ട് നീ എന്താണ് ദീർഘനിശ്വാസം വിടും. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കേരളം വലയാൻ പോകുന്ന വർഷങ്ങൾ അധികം ദൂരത്തല്ല പ്രിയപ്പെട്ടവരെ. ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കൊണ്ട് ദേശം നശിക്കാൻ പോകുകയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും അടിക്കടി ഉണ്ടായി വരികയാണ്. കാരണം എന്താണ്? ഒരു യൗവനക്കാരൻ വൃദ്ധനായിട്ട് തീരുമ്പോഴെന്താണ്? അവന്റെ ശരീരത്തിന് നിരന്തരമായിരിക്കുന്ന രോഗം വരുന്നത് പോലെ ഈ ഭൂമിയുടെ അവസാന നാളുകൾ എണ്ണപ്പെട്ടിരിക്കാതെ ഭൂമി ദുർബലമായിരിക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങളാൽ ഭൂമി വലയുകയാണ്. കഠിനമായിരിക്കുന്ന രോഗങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ആയുഷ്കാലം മുഴുവൻ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവനും ഒരു മാസം കൊണ്ട് ആശുപത്രിക്കാർക്ക് തിന്നാൻ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കടബാധ്യത കൂടി അവൻ മരിക്കാൻ. ഇതല്ലേ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ? എന്നാൽ ആ ക്രൂശിലേക്ക് നോക്കിക്കേ, അവിടെ നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും സമാധാനം കണ്ടെത്തണമെങ്കിൽ ആ ക്രൂശിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട ഈ രക്തത്തിലേക്ക് തിരിഞ്ഞ് ആ രക്തത്തിൽ ആശ്രയിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, കർത്താവേ, നീ എന്റെ രക്ഷകനാണ്, നീ എന്റെ ഏക ദൈവമാണെന്ന് പറഞ്ഞ് അവന്റെ കാൽപാദം മുത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ കുരിശുമുട്ടിലുള്ള വിഗ്രഹത്തെ അല്ല, പിന്നെയോ ഹൃദയത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ, നിനക്ക് വേണ്ടി നിന്നെ പൂർണ്ണമായിട്ട് ഈ കർത്താവിന് സമർപ്പിപ്പിന്. അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കണം. പ്രിയപ്പെട്ടവരെ, സ്നാനത്താലല്ലാതെ പാപമോചനമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒരു നിയമമേ ഉള്ളൂ, സകല മനുഷ്യരോട് അവന് ഒരു നിയമമേ ഉള്ളൂ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുമ്പോൾ അവന്റെ നീതിവസ്ത്രം, ആദമിൽ നഷ്ടപ്പെട്ടു പോയ ആ വസ്ത്രം നമ്മുടെ ആത്മാവിൽ അവൻ ധരിപ്പിക്കും. ആ നീതിവസ്ത്രം നമ്മുടെ നഗ്നത മാറ്റിക്കളയുന്നു. അതുകൊണ്ട് ഇനിയും യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോട് നമുക്ക് കടന്നു ചെല്ലാം. എന്ന് മാത്രമല്ല, യേശുക്രിസ്തു മരിക്കുമ്പോൾ തിരശീല കയറി ദൈവത്തിന് മനുഷ്യനുള്ള ശത്രുത്വം നടിച്ചവർ ഇടിച്ചു കളഞ്ഞത് വഴി ഏത് പാപിക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ അടുക്കിലേക്ക് യാഗങ്ങളോ ബലികളോ നോയമ്പുകളോ തിരുനാളുകളോ പെരുന്നാളുകളോ ആചാരങ്ങളോ മറ്റു വിധമായിരിക്കുന്ന വഴിപാടുകളോ ഒന്നും കൂടാതെ പ്രിയപ്പെട്ട വിശ്വസിക്കുന്ന ഏവരെയും
പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ യേശുക്രിസ്തുവിന്റെ യാഗം മതിയായതാണ്. ആ യാഗത്തോടു കൂടി യാഗം നിർത്തലാക്കിയത് വഴി ഇനി എന്താണ്? യാഗമില്ല. യാഗമില്ലാത്തത് കൊണ്ട് പുരോഹിതന്മാരില്ല പ്രിയപ്പെട്ടവരെ. പൗരോഹിത്യം നിങ്ങളെ വഞ്ചിക്കുകയാണ്. എല്ലാ മതസ്ഥരോടും പറയുന്നു പൗരോഹിത്യം ഇനിയില്ല. ഇനി യേശുക്രിസ്തു എന്ന ഏക മഹാപുരോഹിതൻ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്കുള്ളൂ. അവൻ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യും. അവൻ നമ്മുടെ പാപങ്ങളെ പരിഹരിപ്പാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോഴെന്താണ്? പിതാവ് പുത്രൻ മുഖാന്തരം നമ്മളെ സഹായിക്കും. ഈ ഒറ്റ കാര്യം മാത്രമേ ഇനിയുള്ളൂ. ആകിയാൽ നോക്കുവിന് അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ തരും. പ്രിയപ്പെട്ട ഞാൻ പറയുന്നത് നിത്യജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നശിച്ചു പോകുന്നതാണ്, മരണം കൊണ്ട് തീർന്നു പോകും. എന്നാൽ യേശുക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി ഇനി അവനെ മരണത്തിന് പിടിച്ചു വെക്കാൻ സാധ്യമല്ല. ഇനി അവന് മരിപ്പാനും കഴിയാത്തത് കൊണ്ട് അതേ ജീവനെ നമുക്ക് തരാമെന്ന്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ മണ്ണുകൊണ്ടുള്ള ശരീരം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞാൽ തേജസ്സും തിളക്കമേറിയതുമായിരിക്കും നമ്മുടെ ആത്മീയ ശരീരം പുറത്തു വന്ന് യേശുക്രിസ്തുവിനോട് കൂടെ 1000 വർഷം ഭൂമി വാഴുവാനും 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പറന്നു പോകുവാനും നമുക്ക് കഴിയും. ഇനി നിത്യാനന്ദം നമ്മുടെ തലമേലിരിക്കും. ഇനി മരണമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, രോഗങ്ങളില്ല, പീഡകളില്ല, യുദ്ധങ്ങളില്ല, ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോട് കൂടെ എന്നേക്കും നിത്യവാസം കൊള്ളും. ഇതിനാണ് ഞങ്ങൾ സുവിശേഷം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. ഇത്രയും കാലം സുവിശേഷം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ട നിന്ന് ഏൽക്കുവാനും അപമാനം ഏൽക്കുവാനും കൂടിയാണ് നിൽക്കുന്നത്. എന്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടിയിട്ട് അത്രേ കഷ്ടമേറ്റത്, എനിക്ക് വേണ്ടിയിട്ട് അത്രേ അവൻ തുപ്പലേറ്റത്, എനിക്ക് വേണ്ടിയിട്ട് അത്രേ അവൻ ക്രൂശിൽ മരിച്ചത്. അതേ ആത്മാവ് എന്നെ നടത്തുന്നത് വഴി കഷ്ടങ്ങളിൽ ഞങ്ങൾ പ്രശംസിക്കുന്നു, കഷ്ടങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വരുവാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ആ നിത്യവാസം ഓർത്താൽ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് ഞങ്ങൾ എണ്ണുന്നു. അതിപ്പോ തീർന്നു പോകത്തില്ല, ക്ഷണികമായിട്ട് അല്ലേ, ക്ഷണ നേരം കൊണ്ട് ഈ കഷ്ടങ്ങൾ തീരും, നമ്മൾ മരിക്കും. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരും, നാം അവനോട് കൂടെ നിത്യസ്വർഗത്തിലേക്ക് പോകും. ഇല്ല എങ്കിലോ അവൻ മടങ്ങി വന്ന് 1000 ആണ്ട് ഭൂമിയിൽ വാഴുമ്പോൾ എന്റെ ശ്രോതാക്കളെ, നിങ്ങൾ ഏത് വലിയവനോ എന്താണ് കുലമഹിമയുള്ളവനോ ഏത് ഉന്നതമായിരിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവനായി ശരി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെയുള്ളവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് അവന് വേണ്ടി കഷ്ടവും നിന്നയും ഏൽക്കാതെയാണ് നിങ്ങൾ മരിക്കുന്നെങ്കിൽ, പള്ളിയിലച്ചനായാലും ശരി, പ്രിയപ്പെട്ട തിരുമേനിയായാലും ശരി, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാ മനുഷ്യരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരികയും അവൻ നമ്മളെ സകല രഹസ്യങ്ങളും ന്യായം വിധിക്കുമ്പോൾ ഈ പ്രസംഗം വെച്ച് ന്യായം വിധിക്കും. എന്റെ ഈ പ്രസംഗം വെച്ച് നിങ്ങളെ ദൈവം ന്യായം വിധിച്ച് അവൻ നിന്നെ നിത്യമായിരിക്കുന്ന നരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ നിങ്ങൾ തന്നെത്താൻ അടിച്ചുകൊണ്ട് പറയും, അപ്പന്മാരെ നിങ്ങളുടെ മക്കളുടെ കണ്ണ് നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പറയും, മോനെ അവൻ വന്ന് നമ്മളോട് എത്ര വട്ടം സുവിശേഷം പറഞ്ഞതാ, ഇങ്ങനെ ഒരു പാപമോചനവും ന്യായവിധിയൊക്കെ ഉണ്ടെന്ന് എത്ര വട്ടം പറഞ്ഞതാ, എന്നാൽ അപ്പനത് അംഗീകരിച്ചില്ല, അപ്പം വലിയ ആണായിരുന്നു മോനെ, അതുകൊണ്ട് നമ്മളിതാ നരകത്തിലേക്ക് ഒടുങ്ങി പോകുന്നതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞാൽ ആ നരകത്തിൽ നിന്നെ വീണ്ടെടുപ്പാൻ ഒരുത്തനും കഴിയത്തില്ല. അച്ഛൻ കല്ലറയിൽ എന്താണ് കുന്തിരിക്കാൻ പോയിച്ചാൽ നീ രക്ഷ പ്രാപിക്കത്തില്ല, ഞങ്ങളുടെ പുരോഹിതന്മാര് വിണ്ടാടിയെന്ന് ചെയ്താലും രക്ഷ പ്രാപിക്കത്തില്ല. പ്രിയപ്പെട്ട ഇത് സത്യമാണ്. നിങ്ങൾ എന്നെ ഏത് രീതിയിലും കണ്ടു, പക്ഷെ മരിച്ചതിന് ശേഷം ലോകാവസാന ദിവസം നമ്മളെല്ലാം വീണ്ടും കണ്ടുമുട്ടും. വിജയന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കും. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പാപമോചനം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ടുകൂടെ പ്രസംഗിക്കുന്നത്. രാത്രികാലം നിങ്ങൾ എന്താണ് നിങ്ങളുടെ കള്ളുകുടിയിലും സുഖസമൃദ്ധിയിലും കഴിഞ്ഞപ്പോഴേ പ്രിയപ്പെട്ടവരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേട്ടാ ഈ മൈക്ക് നോക്കി ഇറങ്ങിയിരിക്കുന്നത്. ആകയാൽ ഉന്നത പാവങ്ങളെ താഴ്ത്തുവിൻ, നഗളകൃത്യങ്ങളെ വിട്ടുകളയുവിൻ, പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെടുവിൻ. ഞാൻ തീയാടിക്കല് കൊണ്ടൂർ ഗ്രൗണ്ടിലുള്ള ആ കൂട്ടായ്മയിലാണ് പോകുന്നത്. താല്പര്യമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ തുല്യമായിരിക്കുന്ന ഉപദേശമുള്ള മറ്റ് യോഗങ്ങളിലേക്ക് പോയി മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിപ്പാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം ഒരിക്കൽ കൂടെ നിർത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.